ഹായ് ഡിയേഴ്സ്, ഗുഡ് മോർണിംഗ്. സച്ചിയുടെയും രേവതിയുടെയും ഇന്നത്തെ ആ ഒരു ഗംഭീരമായിട്ടുള്ള കഥയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ സച്ചി അച്ഛൻ്റെ ഓപ്പറേഷന് പൈസ എവിടെ നിന്ന് ഉണ്ടാക്കുമെന്ന് ആലോചിച്ച് സങ്കടപ്പെട്ടിരിക്കുക. അങ്ങനെ അവിടെ ആൽത്തറയിൽ കാണുന്ന ഗണപതി ഭഗവാന്റെ മുന്നിൽ ഭഗവാനെ എനിക്കൊരു വഴി കാണിച്ചു തരണേന്നും പറഞ്ഞ് നമ്മുടെ സച്ചി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ഈ സമയത്ത് സച്ചിയുടെ ഫോൺ അടിച്ചു. വിളിച്ചതാണെങ്കിലോ വർക്ക്ഷോപ്പിൽ സച്ചി കാറ് നന്നാക്കാൻ കൊടുത്തിരുന്നല്ലോ. അപ്പം അത് ശരിയായിട്ടുണ്ട് സച്ചി, അത് എത്രയും പെട്ടെന്ന് വന്ന് എടുത്തോ, അല്ലെങ്കിൽ ഇതേ നിന്റെ കാറ് വിലയ്ക്ക് തരുമോയെന്ന് ചോദിച്ച് ഒരു സാർ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു എന്ന് അയാൾ പറയുകയാണ്. ഇത് കേൾക്കുന്ന സമയം ഭഗവാനായിട്ട് കാണിച്ചു തന്ന ഒരു വഴിയായിട്ടാണ് നമ്മുടെ സച്ചിക്ക് തോന്നുന്നത്. സച്ചിയാണെങ്കിലോ എടാ അയാളോട് പോവരുതെന്ന് പറയും, ഞാൻ ഇപ്പം തന്നെ അങ്ങോട്ട് വരാം. എടാ സച്ചി, നീ എന്തായി പറയുന്നത്? നീ ഈ കാറ് നന്നാക്കാൻ വേണ്ടിയിട്ട് എത്ര രൂപയാണ് മുടക്കിയിട്ടുള്ളത്? നിനക്ക് ഈ 4 ലക്ഷം രൂപയ്ക്ക് കാറ് കൊടുത്താൽ വമ്പ നഷ്ടമായി പോവും സച്ചി. എടാ ഇപ്പം എൻ്റെ അച്ഛന് ആൻജിയോഗ്രാമും അതുപോലെ തന്നെ ബ്ലോക്ക് നീക്കുന്ന ഓപ്പറേഷനും ഒക്കെ ചെയ്യാനുണ്ട്. അങ്ങനെ ആകുമ്പം ഒരുപാട് പൈസ ആവശ്യമായിട്ടും വരും. ഇപ്പം എന്തായാലും ഞാൻ മുട്ടാത്ത വാതിലുകളില്ല. 4 ലക്ഷമാണെങ്കിൽ 4 ലക്ഷം അയാളോട് വരാൻ പറയുമെന്ന് പറഞ്ഞു. അങ്ങനെ സച്ചി സമാധാനത്തിൽ ഈശ്വരന് നന്ദിയും പറഞ്ഞ് അവൻ അവിടെ നിന്ന് പോകുക. ഈ സമയത്താണെങ്കിലോ നമ്മുടെ ദേവു നിന്നിട്ട് ശ്രീകാന്തിനെ വിളിച്ചു. ശ്രീകാന്ത്, നീ ഇത്രയും ദിവസവും ഞങ്ങൾക്ക് ചെയ്തു തന്ന ആ ഒരു നന്ദി, ആ ഒരു കാര്യത്തിന് ഒരുപാട് നന്ദി ഉണ്ടടാ. ദേ ഇവിടെ നിന്നും വിവാഹം കഴിഞ്ഞു പോയിട്ട് ഒരു തവണ നീ ഒന്ന് വിളിച്ച് അന്വേഷിച്ചോ എൻ്റെ ചേച്ചി എവിടെയാണെന്നും ഞങ്ങളൊക്കെ എന്താ അനുഭവിക്കുന്നതെന്നും? നിന്റെ അമ്മയും അതുപോലെ ആൾക്കാരും ഒക്കെ കൂടി ചേർന്ന് കണക്കിന് തന്നടാ ഞങ്ങൾക്ക്. എൻ്റെ ചേച്ചി ഇപ്പം താമസിക്കുന്നത് ഞങ്ങളുടെ കൂടെ, ഞങ്ങളുടെ വീട്ടിലാണെന്ന് കൂടി ദേവു പറയുക. ദേവു, ഞാനേ ഏട്ടത്തിയുടെ അടുത്ത് വന്നിട്ട് ഏട്ടത്തിയോട് സംസാരിക്കാം. ഏട്ടത്തി ഒരു തെറ്റും ചെയ്തിട്ടില്ലെന്ന് ഞാൻ സച്ചിയോട് പറഞ്ഞിട്ട് അവൻ അംഗീകരിക്കുന്നില്ല ദേവു. അതുകൊണ്ടല്ലേ. മതി മതി, നീ അധികം ഒന്നും സംസാരിക്കണ്ട. ദേ നീ ഒറ്റൊരുത്തൻ കാരണമാണ് അങ്കിൾ ഇപ്പോൾ ICUവിൽ കിടക്കുന്നത്. നീ എന്താ ഈ പറയുന്നത്? അച്ഛൻ എന്ത് പറ്റിയെന്ന് ഈ പറയുന്നത്? എടാ നിന്റെ അച്ഛൻ അറ്റാക്ക് വന്നിട്ട് ആശുപത്രിയിലാണ് ഉള്ളത്. അങ്ങനെ നമ്മുടെ ശ്രീകാന്തിനെ വിളിച്ച് ഫയർ ചെയ്തോണ്ടിരിക്കുക ദേവു. ഈ സമയത്ത് അങ്ങോട്ടേക്ക് രേവതിയും അമ്മയും കൂടി വന്നു. എന്താ ദേവു നീ കാണിക്കുന്നത്? എന്ത് കാര്യം ഉണ്ടെങ്കിലും ഇങ്ങനെ എന്തിനാ അവനെ വിളിച്ച് പറയുന്നത്? ചേച്ചി അനുഭവിക്കുന്ന സങ്കടങ്ങൾ കാണുന്നത് ഞാനല്ലേ. എല്ലാം ഒപ്പിച്ചു വെച്ചിട്ട് അവൻ മനസ്സമാധാനമായിട്ട് അവിടെ പോയി ഇരിക്കുകയല്ലേ എന്ന് പറഞ്ഞു. അങ്ങനെ ഇവിടെ ഈ കാര്യങ്ങളൊക്കെ നടക്കുമ്പോഴാണെങ്കിലും നമ്മുടെ ശ്രീകാന്തിന്റെ ടെൻഷനായി. അച്ഛൻ എന്തോ വലിയൊരു അപകടം സംഭവിച്ചിരിക്കുകയാണ്. പക്ഷേ വണ്ടിയുടെ താക്കോൽ എവിടെയെന്ന് ചോദിച്ചിട്ട് നമ്മുടെ വർഷയുടെ നേരെ ചെല്ലുക ശ്രീകാന്ത്. വർഷയാണെങ്കിൽ താക്കോൽ എടുത്ത് കൊടുത്തിട്ട് പറഞ്ഞു, എടാ നീ ഇപ്പം എവിടെ പോവാ? ദേ കുറച്ച് ദിവസത്തേക്ക് പുറത്തേക്കൊന്നും പോവണ്ട ശ്രീകാന്ത്. എൻ്റെ അച്ഛനോ അല്ല ആൾക്കാരോ ഒക്കെ കണ്ടു കഴിഞ്ഞാൽ അറിയാലോ. എടി ഇപ്പം ഞാൻ പോയില്ലേ ശരിയാവില്ല. എല്ലാത്തിനും കാരണക്കാരൻ ഞാനാണ്, ഞാൻ കാരണമാണ് എൻ്റെ അച്ഛൻ ഇപ്പം ആശുപത്രിയിൽ കിടക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ശ്രീകാന്ത് ഒരേ കരച്ചിൽ കരയുമ്പോൾ വർഷ അവനെ ആശ്വസിപ്പിക്കുക. എടാ അങ്കിളിന് പ്രായമായതല്ലേ, എന്തെങ്കിലും വയ്യായ്കകളൊക്കെ വന്നതുകൊണ്ടായിരിക്കും. നീ സങ്കടപ്പെടല്ലേ. ഒരു കാര്യം ചെയ്യ്, നീ പോയി അച്ഛനെ കണ്ടിട്ട് വാന്ന് പറഞ്ഞു. അങ്ങനെ നമ്മുടെ വർഷ 2 ലക്ഷം രൂപ അവന് ഗൂഗിൾ പേ ചെയ്ത് കൊടുക്കുകയാണ്. ശ്രീകാന്ത് ആണെങ്കിലോ അവിടുന്ന് നേരെ ആശുപത്രിയിലേക്ക് പോരുന്ന അങ്ങനെ നമ്മുടെ സച്ചി വർക്ക്ഷോപ്പിലെത്തി. അവിടെ ചെന്നതും എടാ ആരാടാ എൻ്റെ വണ്ടി വാങ്ങാന്ന് പറഞ്ഞത്? അദ്ദേഹത്തെ ഒന്ന് വിളിക്കടാന്നും പറഞ്ഞ് കൂട്ടുകാരൻ്റെ അടുത്ത് സംസാരിച്ചു കൊണ്ട് നിൽക്കുമ്പം അദ്ദേഹം അവിടെ വരികയാണ്. എന്തായാലും സാർ ഇപ്പോൾ ചെയ്തത് വലിയൊരു കാര്യം തന്നെയാണ്. സാർ കാരണം ഇപ്പോൾ എൻ്റെ അച്ഛൻ്റെ ജീവിതം എനിക്ക് തിരിച്ചു ലഭിക്കുകയാണ്. ഒരുപാട് നന്ദിയുണ്ട് സാറേ. ഏത് പേപ്പറിലാണ് ഞാൻ ഒപ്പിടേണ്ടതെന്നും പറഞ്ഞ് സച്ചി അയാൾ തന്ന കാശും വാങ്ങിച്ചിട്ട് പേപ്പർ ചോദിക്കുകയാണ്. ഈ സമയത്ത് അദ്ദേഹം ആണെങ്കിലും നല്ല മനസാക്ഷിയുള്ളൊരു മനുഷ്യനാണ്. പുള്ളിക്കാരൻ പറഞ്ഞു, അതെ സച്ചി, നീ ആദ്യം പോയി നിന്റെ അച്ഛൻ്റെ ഓപ്പറേഷനുള്ള പൈസ കിട്ട്, അതിനുശേഷം മതി വണ്ടിയുടെ പേപ്പറൊക്കെ തയ്യാറാക്കുന്നത്. ഒരുപാട് നന്ദിയുണ്ട് സാറേ, ഇതെങ്ങനെ പറഞ്ഞാലും തീരില്ല എന്നൊക്കെ പറഞ്ഞ് സച്ചിയാണെങ്കിലോ അതിൽ നിന്ന് കുറച്ച് പൈസ എടുത്തിട്ട് കൂട്ടുകാരൻ്റെ കയ്യിലേക്ക് വെച്ചു കൊടുക്കുക. എടാ നീ വണ്ടി വിറ്റ് തന്നതല്ലേ, നിനക്ക് എന്തെങ്കിലും കമ്മീഷൻ വേണ്ടേന്നും പറഞ്ഞ് അവൻ്റെ കയ്യിൽ കൊടുക്കുമ്പോൾ അവൻ പറഞ്ഞു, എടാ സച്ചി ഇതൊന്നും എനിക്ക് വേണ്ട. നീ ഒരു കാര്യം ചെയ്യ്, എത്രയും പെട്ടെന്ന് ആശുപത്രിയിൽ ചെന്ന് ഈ പണം കെട്ട്. അങ്ങനെ നമ്മുടെ സച്ചി നേരെ ആശുപത്രിയിലേക്ക് പോരുക. ഈ സമയത്താണെങ്കിൽ നമ്മളെ കാണിക്കുന്നത് ചന്ദ്രമതിക്ക് നിന്നിട്ട് നിപ്പുറക്കുന്നില്ല. ചന്ദ്രയും ശ്രുതിയും അതുപോലെ തന്നെ ശ്രുതിയും ഒക്കെ കൂടി ക്യാഷിന് വേണ്ടി ഓട്ടോ ആണല്ലോ.
അതുകൊണ്ട് തന്നെ ശ്രുതിയുടെ അടുത്ത് ചെന്നിട്ട് മോളുടെ അച്ഛനെ വിളിച്ച് മോള് സംസാരിച്ചായിരുന്നോ, പൈസ കിട്ടുമോ നമുക്ക് എന്നൊക്കെ ചോദിച്ച് നമ്മുടെ ചന്ദ്രമതി കാര്യങ്ങൾ അന്വേഷിക്കുമ്പോൾ ശ്രുതിയാണെങ്കിലോ അച്ഛൻ ഇവിടെ ഇല്ലെന്നാ തോന്നുന്നത്, അച്ഛൻ്റെ ഫോണിൽ വിളിച്ചിട്ട് കിട്ടുന്നില്ല ആൻറ്റി, ഇനി എന്ത് ചെയ്യാനാ, സച്ചി പോയിട്ടാണെങ്കിൽ അവനെയും കാണുന്നില്ലല്ലോ. ഇവരിങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ ഡോക്ടർ വന്നിട്ടാണെങ്കിലോ അതെ നിങ്ങൾക്കാർക്കും ഇതിൻ്റെ ഒരു സീരിയസ്നെസ്സും മനസ്സിലാകാത്തത് കൊണ്ടാണോ എത്രയും പെട്ടെന്ന് അദ്ദേഹത്തിൻ്റെ ഓപ്പറേഷൻ നടത്തിയില്ലെങ്കിൽ പിന്നെ പ്രശ്നമാകും, അദ്ദേഹത്തിന് നിങ്ങൾക്ക് നഷ്ടപ്പെടുമെന്ന് പറഞ്ഞതും ചന്ദ്രമതി നെഞ്ചത്തടിച്ച് കരയാൻ തുടങ്ങി. എന്ത് ചെയ്യാനാ സാറേ, ഞങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ പൈസ ഒപ്പിച്ചു തരാം, എൻ്റെ മോനെ കാശ് കൊണ്ടുവരാൻ വേണ്ടി പോയിരിക്കുകയാണെന്നും പറഞ്ഞ് സച്ചിയെക്കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുക. ശ്രീകാന്ത് ആണെങ്കിലും ആ സമയത്ത് അങ്ങോട്ടേക്ക് വന്നുകൊണ്ടും ഇരിക്കുകയാണ്. അങ്ങനെ നമ്മുടെ സച്ചി അവിടെ എത്തി. സച്ചി എത്തിയതും എടാ മോനെ സച്ചി എന്തായടാ പൈസ ശരിയായോ എന്ന് ചോദിച്ച് ചന്ദ്രമതി സച്ചിയുടെ അടുത്തേക്ക് ചെന്നു. ഈ സമയമാണെങ്കിലോ പൈസ ഞാൻ ഒരുപാട് അലഞ്ഞു, അപ്പോൾ പൈസ കിട്ടിയില്ലല്ലേ എന്ന് പറഞ്ഞ് ചന്ദ്ര സങ്കടപ്പെട്ട് കരയാൻ തുടങ്ങുന്ന സമയത്ത് ഇല്ല വിഷമിക്കണ്ട, അച്ഛൻ്റെ ഓപ്പറേഷനുള്ള പൈസ 4 ലക്ഷം രൂപ എനിക്ക് കിട്ടി. എടാ രേവതിയെ കണ്ടോ നീ, അവളാണോ ആധാരം എടുത്ത് തന്നത്? അവളെ കണ്ടില്ലമ്മേ, അവളെ അന്വേഷിച്ച് ഞാൻ ക്ഷേത്രത്തിലും വീട്ടിലും ഒക്കെ പോയതാ, പക്ഷേ അവൾ എവിടെ പോയെന്ന് അറിയില്ല. ആ മഹാഭാവി എൻ്റെ ആധാരവും കൊണ്ട് പോയെന്നും പറഞ്ഞ് ചന്ദ്രമതി തലക്ക് തല്ലാൻ തുടങ്ങി. ഈ സമയമാണെങ്കിലോ ഇതൊക്കെ കേട്ട് അപ്പുറം മാറി സങ്കടപ്പെട്ട് നമ്മുടെ രേവതി നിൽക്കുക. ആ സ്വാമിനിയമ്മ ജപിച്ചു കൊടുത്ത ചരട് രവിയുടെ കയ്യിൽ കെട്ടിക്കൊടുക്കാൻ വേണ്ടിയിട്ടാണ് പുള്ളിക്കാരി അവിടെ വന്നിങ്ങനെ നിൽക്കുന്നത്. ഈ സമയമാണെങ്കിലോ സച്ചി കയ്യിൽ കിട്ടിയ ആ പൈസ എടുത്ത് ചന്ദ്രമതിയെ കാണിക്കുക. 4 ലക്ഷം കിട്ടിയിട്ടുള്ളൂ. എടാ സുധി, ഈ 4 ലക്ഷം മതിയാകൂടെ അച്ഛൻ്റെ ജീവിതം രക്ഷിക്കാൻ? എന്തായാലും നമുക്ക് നോക്കാമെന്നും പറഞ്ഞ് സുധി അവിടെ ഇങ്ങനെ നിൽക്കുമ്പോഴാണ് അയ്യോ ഇപ്പം ഈ 4 ലക്ഷം കൊണ്ട് എന്താവാനാ മോനെ, 4 ലക്ഷം കൊണ്ട് ഒന്നും കാര്യങ്ങൾ നടക്കില്ല. ദേ ഇനി ഓപ്പറേഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ മെഡിസിനും അതുപോലെ തന്നെ ഹോസ്പിറ്റൽ ബില്ലും ഒക്കെ ആയിട്ട് ഒരു 2-3 ലക്ഷം രൂപ അധികം നമ്മൾ കണ്ടെത്തണ്ടേ. ഇനി ആ കാശ് ഞാൻ എവിടുന്ന് കണ്ടെത്തും? ഇപ്പം തന്നെ ഞാൻ ഈ പൈസ ഉണ്ടാക്കിയത് എൻ്റെ കാറ് വിറ്റിട്ടാന്ന് പറഞ്ഞു. സച്ചി ഇത് പറഞ്ഞതും നമ്മുടെ ചന്ദ്രമതിയുടെ ചങ്കലച്ചു. എങ്ങനെയായാലും സച്ചിയുടെ ദേഷ്യമൊക്കെ ആണെങ്കിലും നമ്മുടെ ചന്ദ്രയുടെ ഉള്ളൊന്ന് പിടഞ്ഞു. സച്ചിക്ക് അത്രയും സ്നേഹമാണ് തൻ്റെ അച്ഛനെ എന്നുള്ള കാര്യം ചന്ദ്ര അവിടെ വെച്ചങ്ങ് മനസ്സിലാക്കുക. അങ്ങനെ സുധിയാണെങ്കിലോ എടാ ഇനി എന്താ നമ്മൾ ചെയ്യുന്നത്? ആരും ഒന്നും ചെയ്യണ്ട, ദേ ഈ ഞാനുണ്ടല്ലോ അതിനുള്ള ഒരു പരിഹാരം കണ്ടെത്തിയിട്ടുണ്ടെന്നും പറഞ്ഞ് ചന്ദ്രമതി കാതിൽ കിടന്നതും കഴുത്തിൽ കിടന്നതും അതുപോലെ കയ്യിൽ കിടന്ന വളയും ഒക്കെ ഊരി നമ്മുടെ സച്ചിയുടെ നേരെ നീട്ടുക. ഇനി നിങ്ങൾ ആരും ഇങ്ങും അലയണ്ട, എൻ്റെ ഭർത്താവിൻ്റെ ജീവൻ രക്ഷിക്കാനായിട്ട് അദ്ദേഹം വാങ്ങിത്തന്ന ഈ സ്വർണം മതിയെന്ന് പറഞ്ഞു. അങ്ങനെ ആ സ്വർണവും നീട്ടി നമ്മുടെ സച്ചിക്ക് മുന്നിൽ നിറകണ്ണുകളോടെ നിൽക്കുന്ന ചന്ദ്രമതിയെ കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ കഥ അവസാനിക്കുന്നത്. എന്തായാലും ബാക്കി കഥയുമായിട്ട് വരുന്നത് വരെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. അപ്പോൾ ഓക്കെ, താങ്ക്